എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ. ഹിമാലയത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹർഷിയെക്കുറിച്ചുള്ള കഥയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹമായിരുന്നു. ചെല്ലുന്നിടത്തൊക്കെ നല്ല സ്വാഗതം ലഭിക്കുകയും ചെയ്യും. എന്നും അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ് പതിവ്. രാജ്ഞി സ്വർണം കൊണ്ടുള്ള തളികയിലും പൂജയിലും മറ്റുമാണ് മഹർഷിക്കുള്ള ആഹാരപാനീയങ്ങൾ വിളമ്പുക. ഒരു ദിവസം ആഹാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വെള്ളി കൂജയും സ്വർണ്ണ സ്പൂണും തട്ടിയെടുത്ത് സ്ഥലം വിട്ടു. കൊട്ടാരത്തിലുള്ള എല്ലാവരും മഹർഷിയുടെ ഈ പെരുമാറ്റം കണ്ട് അന്തം വിട്ടു. അദ്ദേഹത്തെപ്പോലുള്ള ഒരു ദിവ്യപുരുഷൻ എന്തേ ഇങ്ങനെ തരം താഴാൻ? 3 നാൾ കഴിഞ്ഞപ്പോൾ മഹർഷി ആ വില പിടിച്ച വസ്തുക്കൾ തിരികെ കൊണ്ടുവന്നു. രാജാവിനും സദസ്സിലുള്ളവർക്കും അത് കണ്ടപ്പോൾ അത്ഭുതമേറെയായി. ഒരെത്തും പിടിയും കിട്ടാതെ രാജാവ് രാജ്യത്തെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി. മഹർഷിയുടെ വിചിത്രമായ പെരുമാറ്റത്തിന്റെ കാരണം മനസ്സിലാക്കാൻ എത്ര ആലോചിച്ചിട്ടും അവർക്ക് അതിന്റെ രഹസ്യം പിടികിട്ടിയില്ല. ഒടുവിൽ പണ്ഡിതന്മാർ സംഭവം നടന്ന ദിവസം മഹർഷി കഴിച്ച ഭക്ഷണത്തെപ്പറ്റി അന്വേഷണം നടത്തി. വിശദമായ അന്വേഷണത്തിന് ശേഷം അവർ ഒരു കാര്യം കണ്ടെത്തി. അന്ന് മഹർഷിക്ക് വിളമ്പിയ ഭക്ഷണം കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുത്തതായിരുന്നു. മോഷണമെന്ന സ്വഭാവം ആ ആഹാരം കഴിച്ച മഹർഷിയിലേക്കും പകർന്നു. അങ്ങനെ തന്റെ അടിസ്ഥാന പ്രകൃതത്തിന് ചേരാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യാനിടയാവുകയും ചെയ്തു. അന്നം പോലെ മനവും എന്ന ചൊല്ലിനെ സാധൂകരിക്കുകയാണ് ഈ കഥ. നമ്മുടെ ശരീരത്തിലും വികാരങ്ങളിലും ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം നിയന്ത്രണം ലഭിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രണം നിലനിർത്താൻ നാം എന്ത് കഴിക്കുന്നു എന്നത് ശ്രദ്ധിച്ചേ മതിയാവൂ. ആഹാരത്തെ 3 ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട്: സാത്വികം, രാജസികം, താമസികം. സാത്വിക ആഹാരത്തിലാണ് പ്രാണശക്തിയുടെ ഊർജം കൂടുതലുള്ളത്. അത് ഉയർന്ന അവബോധം കൈവരുത്തും. ലക്ഷണമൊത്ത പോഷകം നൽകി ഊർജവും ഓജസ്സും നൽകും. ശരീരശേഷിയും ദീർഘായുസ്സും കൂടാതെ മാനസികവും ആത്മീയവുമായ സമന്വയം നൽകാനും സാത്വിക ആഹാരത്തിന് സാധിക്കും. സാത്വിക ആഹാരം മനസ്സിൽ ശുദ്ധവും സാത്വികവുമായ ചിന്തകൾ ഉളവാക്കും. ആജീവനാന്തം ശരീരത്തിന്റെ ഓജസ് കാത്തു സൂക്ഷിക്കുന്നത് കൂടാതെ സാത്വിക ആഹാരം കഴിക്കുന്ന ഒരാളുടെ മനസ്സിന് ആത്മീയമായി വലിയ ഉയരങ്ങളിലെത്താൻ കഴിയും. രാജസികമായ ആഹാരം ശരീരത്തെയും മനസ്സിനെയും ഉത്തേജിപ്പിച്ച് കർമ്മോന്മുഖനാക്കും. ഈ ഗണത്തിൽപ്പെട്ട ആഹാരങ്ങൾ വേണ്ടതിലധികം കഴിച്ചാൽ അമിത ഉത്സാഹത്തിനും വെപ്രാളത്തിനും കോപത്തിനും മുൻചുണ്ടിക്കും ഉറക്കമില്ലായ്മയ്ക്കും എല്ലാം ഇടവരുത്തും. അവ രക്തത്തിലെ വിഷാംശം വർദ്ധിക്കാനും കാരണമാകും. വളരെയധികം സ്വാദ് അനുഭവപ്പെടുന്ന ആഹാരങ്ങൾ രാജസികമാണ്. എരിവും പുളിയും ഉപ്പും വല്ലാതെ കൂടുതലുള്ള ആഹാര സാധനങ്ങളും മുളക്, വെളുത്തുള്ളി, ഉള്ളി തുടങ്ങിയ എരിവും മണവുമുള്ള പച്ചക്കറികളും എണ്ണയിൽ വറുത്ത് ഉപ്പുമില്ലാതെ ചേർത്ത ആഹാരങ്ങൾ, അച്ചാറുകൾ, വിന്നാഗിരി, വീഞ്ഞുകൾ, മദ്യം, കോള, കാപ്പി, മാംസം, മത്സ്യം തുടങ്ങിയവയൊക്കെ രാജസ പ്രകൃതിയുള്ള ആഹാരങ്ങളാണ്. താമസിക ആഹാരമാണ് ഏറ്റവും താഴേക്കിടയിൽ. കേടുവന്നതും ചീഞ്ഞതും ശരിക്ക് വേവാത്തതും മാലിന്യം കലർന്നതും ദഹിക്കാൻ വിഷമമുള്ളതുമായ ആഹാരങ്ങളൊക്കെ ഈ കൂട്ടത്തിൽപ്പെടും. മാംസവിഭവങ്ങളും താമസിക ആഹാരമാണ്. മദ്യവും മയക്കുമരുന്നും പുകയിലയുമെല്ലാം ഈ ഗണത്തിൽപ്പെടും. ഈ തരം ഭക്ഷണം ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യും. ആലസ്യത്തിനും മന്ദതയ്ക്കും കാരണമാകും. പ്രാണശക്തി വളരെ കുറവായതുകൊണ്ട് അവ ബുദ്ധി മന്ദീഭവിപ്പിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഈ 3 ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ തൊട്ട് വളരെ സൂക്ഷ്മമായ അംശങ്ങൾ വരെ ഓരോ അവസരത്തിലും ഇവയിൽ ഏതെങ്കിലും ഒരു ഗുണത്തിന് നമ്മുടെ ജീവിതത്തിലും പരിസരത്തിലും മേൽക്കൈയുണ്ടാവും. ഓരോ വ്യക്തിയും അവനവന്റെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനും പ്രകൃതിക്കും അനുസരിച്ചാണ്. സാത്വിക പ്രകൃതിയുള്ളവർ സാത്വികമായ ഭക്ഷണം സ്വീകരിക്കും.
രാജസികവും താമസികവുമായ ഗുണങ്ങളുള്ളവരുടെ കാര്യവും ഇങ്ങനെ തന്നെ. തിരിച്ച് ഒരാൾ ഏതു തരം ഭക്ഷണം ഇഷ്ടപ്പെടുന്നു എന്നത് ആത്യന്തികമായി അയാളുടെ പ്രകൃതത്തെയും നിർണയിക്കും. ജീവിതത്തിൽ സ്വത്വഗുണം മുന്നിൽ നിൽക്കുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും പശ്ചാത്തലത്തിൽ നിൽക്കുകയേയുള്ളൂ. അവയുടെ സ്വാധീനം വളരെ കുറവായിരിക്കും. രജോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ സത്വഗുണവും തമോ ഗുണവും പശ്ചാത്തലത്തിൽ ഒതുങ്ങിക്കൂടും. തമോ ഗുണം മുന്നിടുമ്പോഴാവട്ടെ സത്വഗുണവും രജോ ഗുണവും പിന്നണിയിൽ നിൽക്കും. അവയുടെ സ്വാധീനം കുറച്ചേ കാണൂ. ജീവിതത്തിലും പരിസരത്തും സത്വഗുണം ശക്തമായി നിൽക്കുമ്പോൾ നമുക്ക് ലാഘവത്വവും ആനന്ദവും ആഹ്ലാദവും ജാഗ്രതയും ഉണർവും അനുഭവപ്പെടും. നമ്മുടെ കാര്യഗ്രഹണശേഷി വളരെ തെളിഞ്ഞതായിരിക്കും. രജോ ഗുണം ശക്തമായിരിക്കുമ്പോൾ തള്ളിക്കയറി വരുന്ന ചിന്തകളും വിശ്രാന്തിയില്ലായ്മയും പലതരം ആഗ്രഹങ്ങളും പരിഭ്രാന്തികളും നമ്മെ അലട്ടും. ഒന്നുകിൽ കടുത്ത ആഹ്ലാദവും ആവേശവും, അല്ലെങ്കിൽ ദുഃഖം, മാനസികാവസ്ഥകൾ മാറി മാറി വരുന്നത് സാധാരണമാകും. തമോ ഗുണം ശക്തമായിരിക്കുമ്പോൾ മിഥ്യാബോധങ്ങളും നിഷ്ക്രിയത്വവും മന്ദതയും അനുഭവപ്പെടും. സാത്വികമല്ലാത്ത ഭക്ഷണം സന്തോഷമോ അറിവോ ജ്ഞാനമോ നൽകില്ല. താമസികമായ ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മീയമായ പുരോഗതി തടസ്സപ്പെടുകയാണ്. ജീവിതത്തിൽ എത്രത്തോളം സാത്വിക വിശുദ്ധി ഉയരുന്നുവോ അത്രയും എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യം സാധിച്ചെടുക്കാം. ഉള്ളിലുള്ള സാത്വിക വിശുദ്ധി നമ്മുടെ ബാഹ്യ വൃത്തികളിൽ പ്രതിഫലിക്കും. വളരെയേറെ യത്നിച്ചിട്ടും ഫലം പ്രതീക്ഷയിലും വളരെ കുറവാണെങ്കിൽ അതിനർത്ഥം ജീവിതത്തിൽ സാത്വികമായ വിശുദ്ധി കുറവാണ് എന്നാണ്. നാം എത്രമാത്രം ഭക്ഷണം കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു എന്നതൊക്കെ പ്രധാനമാണ്. ഉചിതമായ സമയങ്ങളിൽ ആഹാരം കഴിക്കുന്നത് സ്വാത്വികതയെ വളർത്തും. സ്വന്തം കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഭക്ഷണം, അതാണ് നമുക്ക് ആവശ്യമായ അളവ്. എളുപ്പത്തിൽ ദഹിക്കാനും അതാണ് നല്ലത്. തിരഞ്ഞെടുക്കുന്ന ഓരോ വിഭവത്തിന്റെയും ഫലങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തുടങ്ങൂ. എന്നിട്ട് സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കൂ.